ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ്. തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണി. ഇത് തമിഴ്നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് ഈ തലപ്പാക്കട്ടി ബിരിയാണിനെ മറ്റ് ബിരിയാണികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഈ തലപ്പാക്കട്ടി ബിരിയാണിയുടെ മസാല തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം നമുക്ക് എടുക്കാം. ഒരു കഷ്ണം ജാതിപത്രി, 1/2 ടീസ്പൂൺ ജാതിക്കയുടെ കുരു പൊടിച്ചത്, ഒരു തക്കോലം, 3 ഇഞ്ച് കഷ്ണം കറുവാപ്പട്ട, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ടീസ്പൂൺ ഫുള്ളായിട്ടുള്ള മല്ലി, 5 ഏലക്ക, 5 ഗ്രാമ്പു, 1 ടീസ്പൂൺ കുരുമുളക് ഫുള്ളായിട്ടുള്ളത്, ഒരു 12 കാഷ്യൂ, 2 ബേ ലീഫ്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. ഇത് ചേർത്ത് കൊടുത്താലേ ഉള്ളൂ തലപ്പാക്കട്ടി ബിരിയാണിക്ക് ഒത്തൻറ്റിക് ഫ്ലേവർ നമുക്ക് കിട്ടുകയുള്ളൂ. അതാണ് സ്റ്റോൺ ഫ്ലവർ അല്ലെങ്കിൽ കൽപ്പാസി. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. വേറെ എവിടെയാണ് ഇത് കിട്ടുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അറിയാവുന്നവർ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ കൽപ്പാസിയുടെ ഒരു ഫ്ലേവറാണ് തലപ്പാക്കട്ടി ബിരിയാണീനെ മറ്റ് ബിരിയാണികളിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് നിർത്തുന്നത്. ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് ഈ കൽപ്പാസി ചേർത്ത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ ബിരിയാണിക്ക് കിട്ടുന്നത്. ഏകദേശം ഇത്രത്തോളം കൽപ്പാസി എടുത്തിട്ട് നമുക്ക് ആ പൊടിക്കാനുള്ള മസാല കൂട്ടിലോട്ട് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി മിക്സിയിലേക്ക് ഇട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഈ ബിരിയാണിക്ക് വേണ്ടുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 10-12 അല്ലി വെളുത്തുള്ളി, 250 ഗ്രാം ചുവന്നുള്ളി, 5-6 പച്ചമുളക്. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ 6 എണ്ണമാണ് എടുത്തു വച്ചിരിക്കുന്നത്. അതുകൂടാതെ 2 സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ സവാള ഒഴിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. പേസ്റ്റ് രൂപത്തിൽ അരയേണ്ട ആവശ്യമില്ല, എങ്കിലും ഒരുവിധം ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അത് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഈ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും 3 വലിയ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 5 ഏലക്ക, 5 ഗ്രാമ്പു, 2 ഇഞ്ച് കഷ്ണം കറുവാപ്പട്ട എന്നിവ ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ മിക്സിയിൽ അരച്ചു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഏകദേശം 2 മിനിറ്റോളം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ചെറിയ തീയിലിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്ന സമയത്താണ് ബാക്കി ഇൻഗ്രീഡിയൻസിന് ചേർത്ത് കൊടുക്കേണ്ടത്. ഏകദേശം 10 മിനിറ്റോളമൊക്കെ ചെറിയ തീയിലിട്ട് വഴറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി വീണ്ടും നമുക്ക് 1 മിനിറ്റോളം ഒന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ പോകാൻ വേണ്ടി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലായിരിക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലയാണ്. 6 മുതൽ 8 ടീസ്പൂണോളം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ അളവിൽ പറയുവാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി 2 പഴുത്ത തക്കാളി ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ 1 കപ്പ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും 1 കപ്പ് പുതിനയുടെ ഇല അടർത്തിയതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ 1.5 കിലോ ചിക്കനാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ബിരിയാണി കട്ടിൻ്റെ സൈസിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് നല്ലതുപോലെ വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്യുക. മസാലയൊക്കെ ചിക്കനിൽ നല്ലപോലെ പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ പാൻ ഒന്ന് മൂടി വെക്കുക. ഏകദേശം 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക. അതായത് ഈ ചിക്കനൊക്കെ ഒന്ന് ഒരു 1/4 ഭാഗം വേകുന്നിടം വരെ വേവിച്ചെടുക്കുക. അതിനുശേഷം ബാക്കിയും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. ഇവിടെ 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 6 ഗ്ലാസ് വെള്ളമാണ് മൊത്തം വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഈ ചിക്കൻ വേവിക്കാൻ ഇട്ടപ്പോൾ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിരുന്നു. ബാക്കിയുള്ള 5 ഗ്ലാസ് ചിക്കൻ 1/4 ഭാഗം വെന്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് ഒന്നും കൂടി തിളയ്ക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഈ സമയത്ത്
അതായത് അരി ചേർക്കുന്നതിന് മുമ്പ് ഉപ്പൊക്കെ പാകമാണോന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്തേക്കണം കേട്ടോ. തലപ്പാക്കട്ടി ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയ തരം ജീരകശാല അരി പോലത്തെ അരിയാണ്. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി വാരി കുതിർത്തി വെക്കണം 20 മിനിറ്റ്. 3 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ കഴുകി വാരി 20 മിനിറ്റ് കുതിർത്തി വെച്ചിരിക്കുന്നത്. അത് ഈ വെള്ളം തിളച്ചു വരുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി വെച്ച് ചെറിയ തീയിലിട്ട് ഈ വെള്ളം വറ്റുന്നിടം വരെ വേവിക്കുക. വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വരുന്ന സമയത്ത് ഈ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും മൂടി വെച്ചിട്ട് ഈ വെള്ളം വറ്റുന്നിടം വരെ വേവിച്ചെടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനിത് വെള്ളം വറ്റിയതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തത്. നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ തലപ്പാക്കട്ടി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഈ ബിരിയാണി കുക്കായി വന്നതിന് ശേഷം ഇതിൻ്റെ മൂടി അങ്ങോട്ട് തുറക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക അരോമ തന്നെയാണ് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ബിരിയാണികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അരോമയാണ്. അതിൻ്റെ കാരണം തന്നെ ആ കൽപ്പാസി ചേർത്തുണ്ടാക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ കൽപ്പാസി ഇല്ലാതെ ആരും ഇത് ഉണ്ടാക്കരുത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇത് ഉണ്ടാക്കാൻ വളരെയധികം എളുപ്പമാണ്. കാരണം ഈ ചിക്കൻ്റെ ഗ്രേവിയിൽ കിടന്ന് ഈ അരിയും കൂടിയും വേവിച്ച് ഒക്കെ റെഡിയാക്കുന്നുണ്ട്. ഉണ്ടാക്കാനും എളുപ്പമാണ്. ഈ മസാലയുടെ ഒരു ഫ്ലേവറൊക്കെ ഈ റൈസിലോട്ട് നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. എളുപ്പം ഉണ്ടാക്കാവുന്ന ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ.